ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഇതിൽ തന്നെ ഒരു ഭാഗം മാത്രമാണ് ഫോക്കസ് ഏരിയ ആയി വരുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളാണ്. അപ്പോൾ ഈ മൗലികാവകാശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിലെ ഫോക്കസ് ഏരിയയിലേക്ക് കടക്കുന്നു. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക, മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരേ ഒരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്തായാലും 10 മുതൽ 15 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഈ മൗലികാവകാശത്തു നിന്ന് പ്രതീക്ഷിക്കുക. അതുകൊണ്ട് മൗലികാവകാശം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ചോദ്യം വരെ വരാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ 10 മുതൽ 15 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വരും. അതുകൊണ്ട് മൗലികാവകാശം എല്ലാവരും പഠിച്ചു വെക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് മൗലികാവകാശങ്ങൾ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ്. ഈ കാര്യം മൗലികാവകാശങ്ങളെ പറ്റി ചോദിച്ചാൽ എന്തായാലും എഴുതി വെക്കുക. അതിനുശേഷം 6 മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ 6 മൗലികാവകാശങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഈ 6 കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. 6 മൗലികാവകാശങ്ങൾ. അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്, 3-ാം ഭാഗത്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളുകൾ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കത്തിൽ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ തന്നെ ഈ 2 പേജ് പഠിച്ചു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ഒരു 4 മുതൽ 5 മാർക്ക് വരെ കിട്ടും. ഓക്കെ, ആ കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷേ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഭാഗം കൂടി അതിലുണ്ട്, റിട്ടുകൾ അല്ലേ. അപ്പോൾ എന്താണ് റിട്ട് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. 5 തരം റിട്ടുകൾ ഏതൊക്കെയെന്നും പഠിച്ചു വെക്കണം. ഈ 5 തരം റിട്ടുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേക്കുക. മാൻഡമസ്, സെർഷ്യോററി എന്താ, പ്രൊഹിബിഷൻ എന്താ, കോവാറൻ്റ് എന്താ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടെന്ന് വരുന്ന പരമാവധി മാർക്ക് വാങ്ങാം അല്ലേ. അപ്പോൾ ഇതും റിട്ടുകളും മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ മൗലികാവകാശങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അതിനൊപ്പം അതുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ് മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിച്ച് നൽകാൻ സുപ്രീം കോടതി, ഹൈക്കോടതി ഇറക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടും കൂടി ഇതിൻ്റെ ഒപ്പം പഠിച്ചു വെക്കുക. ഓരോ റിട്ടും 5 തരം റിട്ട് ഉണ്ട്. ഈ 5 തരം റിട്ട് എന്താണെന്ന് പഠിച്ചാൽ മിനിമം മാർക്ക് കിട്ടും. ഇപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യം വന്നാൽ 3 മാർക്ക് കിട്ടാൻ ഈ തന്ന കാര്യങ്ങൾ പഠിച്ചാൽ മതി റിട്ടിൽ. പക്ഷേ 5 മാർക്കിൽ 5ഉം കിട്ടണം എന്നുണ്ടെങ്കിൽ ഓരോ റിട്ടും എന്താണെന്ന് എഴുതണം. മനസ്സിലായോ? പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് മൗലികാവകാശത്തിൽ നിന്ന് 10 മുതൽ 15 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഹെഡിങ് കണ്ടോ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ അല്ലേ. അതിൽ ഒന്നാമത്തേത് ഏതാ, റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്ന ആർട്ടിക്കിൾ 14 എന്താ, 15 എന്താ, 16 എന്താ, 17 എന്താ, 18 എന്താ, ഈ 18 വരെയുള്ള ആർട്ടിക്കിൾ ആണ് സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. അത് അതുപോലെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എന്നാലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 10 മുതൽ 15 മാർക്ക് വരെയുള്ള ഭാഗം അത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഇല്ലേ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇല്ലേ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാലേ ഈ ചാപ്റ്ററിലെ എല്ലാ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ എല്ലാ മൗലികാവകാശങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അടുത്ത മൗലികാവകാശം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. റൈറ്റ് ടു ഫ്രീഡത്തിൽ ഏതെല്ലാം ആർട്ടിക്കിൾ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ മൗലികാവകാശം ഏതാ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അപ്പോൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ ആർട്ടിക്കിൾ 23 ഉണ്ട്, 24 ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ മൗലികാവകാശം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലേ. അപ്പോൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ?
5-ാമത്തെ മൗലികാവകാശം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അല്ലേ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അതിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വകുപ്പുകളാണ് ഈ ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഇതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് മനസ്സിലാക്കുക. അത് എന്തൊക്കെയാണ്, ആർട്ടിക്കിൾ 29 എന്താ പറയുന്നത്, ആർട്ടിക്കിൾ 30 എന്താ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പഠിച്ചു വെക്കണം. ഓക്കെ. ആറാമത്തെ മൗലികാവകാശം ശ്രദ്ധിക്കുക, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ, അതായത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തിൽ വൺ വേർഡ് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായി വിശേഷിപ്പിക്കുന്ന മൗലികാവകാശം ഏതാണെന്ന് ചോദിക്കും. അതേതാ, ആറാമത്തെ മൗലികാവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിട്ട് ആറാമത്തെ മൗലികാവകാശത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കും. അത് BR അംബേദ്കർ ആണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായി വിശേഷിപ്പിച്ചത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓരോ മൗലികാവകാശവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 5 മുതൽ 6 മാർക്ക് വരെ മതിയെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി, എന്താണ് മൗലികാവകാശം, മൗലികാവകാശം ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പറയുന്നത്, അതുപോലെ തന്നെ 6 മൗലികാവകാശങ്ങൾ ഏതാണെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഒരു 4 5 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ റിട്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 3 മാർക്കും കൂടി കിട്ടും അല്ലേ. പക്ഷേ ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ മൗലികാവകാശങ്ങൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, 10 മുതൽ 15 മാർക്ക് വരെ നേടാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക.